ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ബഹുമാനപ്പെട്ട അച്ഛൻ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ 9th A പഠിക്കുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഓരോരുത്തർക്കും അവബോധം പകരുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. 1972 UN അസംബ്ലി ജൂൺ 5 ലോകം പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു. ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ വർഷം സൗദി അറേബ്യയിലാണ് പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത്. പ്രായഭേദം കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മാത്രമാണ് വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനാവൂ. നമ്മുടെ ജീവിതം സംരക്ഷിക്കുന്നതിൽ മരങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. പ്രകൃതിയുടെ സമ്പത്ത് വളരെ വിലപ്പെട്ടതാണ് എന്ന് നാം എപ്പോഴും ഓർക്കുക. ഭൂമിയുടെ നല്ലതിനു വേണ്ടി നാം ഒരു തൈ എങ്ങും നട്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. നമുക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Good morning, respected principal of the school, teachers and my dear friends. I am Ashwin of class 8 is going to talk about our environment. The environment plays a pivotal role in the existence and the development of all living things on the earth, and above all in the daily life of mankind. For quality of the life and the people led to the condition of the environment is very significant. Environmental abuse has recently been a hot topic for discussion. The most important factor causing harmful environmental effects are various human activities and the high growth of population groups. Let's explore some of destructive activities of mankind. Humans have always cut down trees to way making of agriculture, wood and the use of plants. There are no few great forests left, namely the Amazon and the large forests of Indonesia. These are the threatened by people who exploit them for logging to clean the palm oil production, which is highly valued worldwide. The international community should assist Brazil and Indonesia to save these precious resources for deforestation. Thank you. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ പേര് ഷാമിനി. ഞാൻ 8D പഠിക്കുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം.
എല്ലാ വർഷവും ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 1974 മുതൽ ഈ ദിനാചരണം ആരംഭിച്ചത്. ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു. ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും താൻ മൂലം ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക. അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ തകർച്ചയ്ക്ക് കാരണമാവുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം.